ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 9 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ളൊരു മൊഡ്യൂളിൽ നിന്നുള്ള സെക്കൻഡ് പാർട്ട് റിവിഷൻ ആണ്. അതായത് മൈക്രോ കൺട്രോളർ എന്നുള്ളൊരു പാർട്ടിന്റെ റിവിഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 8051 എന്നിട്ടുള്ള ആ ഒരു മൈക്രോ കൺട്രോളർ ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അതിന്റെ ഒരു ആർക്കിടെക്ചർ, പിൻ ഡയഗ്രാം, പിന്നെ അതിന്റെ അഡ്രസ്സിംഗ് മോഡ്സുകൾ, ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ, ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു റിവിഷൻ ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 8051 ആർക്കിടെക്ചർ, അതായത് 8051 മൈക്രോ കൺട്രോളറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അതിന്റെ ആർക്കിടെക്ചർ ആണ്. ഓക്കെ, അപ്പൊ 8051 എന്ന് പറയുന്നത് ഇന്റൽ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു 8-bit മൈക്രോ കൺട്രോളർ ആണ്. അത് 40 പിന്നെ DIP ഡുവൽ ഇൻലൈൻ പാക്കേജ് ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. ദെൻ 4 KB റോം സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ 128 ബൈറ്റ്സ് ഓഫ് റാം സ്റ്റോറേജ് വരുന്നത്. ഇതൊക്കെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ 2 16-bit ടൈമേഴ്സ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് 8051 മൈക്രോ കൺട്രോളറിൽ വരുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിൽ 4 പാരലൽ 8-bit പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 4 പോർട്ടുകൾ വരുന്നുണ്ട്. ഓരോ പോർട്ടും 8-bit ആണ്. അപ്പൊ ടോട്ടലി 32 ആണ് വരുന്നത്. ഓക്കെ, 32 പിൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അതായത് ഈ പോർട്ടുകൾ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ എന്ന് പറയുന്നത് പ്രോഗ്രാമബിളും ആണ്, അഡ്രസ്സബിളും ആണ്. ഓക്കെ, നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് ഇറ്റ് ക്യാൻ ബി പ്രോഗ്രാമബിൾ ഓർ അഡ്രസ്സബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഓൺ ചിപ്പ് ഓസിലേറ്റർ നമ്മൾ ഇതിൽ ഇന്റഗ്രേറ്റർ നമ്മൾ ഇതിലേക്ക് ഉണ്ട്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 MHz ആണ് വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ ആർക്കിടെക്ചറിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സിസ്റ്റം ബസ്സിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് എല്ലാ സപ്പോർട്ട് ഡിവൈസസുകളും CPIലേക്ക് കണക്ട് ചെയ്തത് ആരാണ്? സിസ്റ്റം ബസ് ആണ്. ഓക്കെ, അപ്പൊ സിസ്റ്റം ബസ്സിൽ നമുക്ക് എന്താണുള്ളത്? ഒരു 8-bit ഡേറ്റ ബസ് വരുന്നുണ്ട്, ഒരു 16-bit അഡ്രസ് ബസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ബസ് കൺട്രോൾ സിഗ്നൽസ് വരുന്നുണ്ട്. എല്ലാ ഡിവൈസസിലേക്ക് പ്രോഗ്രാം മെമ്മറി, പോർട്സ്, ഡേറ്റ മെമ്മറി, സീരിയൽ ഇന്റർഫേസ്, ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു സിസ്റ്റം ബസ്സുമായിട്ട് ഇന്റർഫേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് ആ ഒരു ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ആർക്കിടെക്ചർ, 8051ന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റുകളാണ് വരുന്നത്. INT1 ഉം INT0 ആണ്. അപ്പൊ അവിടെ ഒരു ഇന്ററപ്റ്റ് കൺട്രോൾ നമുക്ക് ആ ഒരു ബ്ലോക്കിലേക്ക് വരുന്നുണ്ട്. CPU എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. OSC ഓസിലേറ്റർ ആണ്. അപ്പൊ 12 MHz ഉള്ള ഒരു ഓസിലേറ്റർ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ 2 കപ്പാസിറ്റേഴ്സ്, 30 പൈക്കോഫാരഡിലുള്ള 2 കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്. ദെൻ ഇതാണ് നമുക്ക് വരുന്ന സിസ്റ്റം ബസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സിസ്റ്റം ബസ്സിലേക്ക് ഈ പറയുന്ന എല്ലാം കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ബസ് കൺട്രോൾ വരുന്നുണ്ട്, ഓൺ ചിപ്പ് റോം വരുന്നുണ്ട്, അത് പ്രോഗ്രാം കോഡിനുള്ളതാണ്. ഓൺ ചിപ്പ് റാം വരുന്നുണ്ട്, ETC, ടൈമർ 0, ടൈമർ 1, എക്സ്റ്റേണൽ ടൈമറുകൾ നമ്മൾ കൊടുക്കുന്നത്, അതായത് കൗണ്ടർ ഇൻപുട്ടുകളാണ്. സീരിയൽ പോർട്ടുകൾ വരുന്നുണ്ട്, 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്, അതായത് നമുക്ക് 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ വരുന്നുണ്ട്. സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷനും റിസീവറിനും വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ബസ് കൺട്രോളും. ഇത്രയാണ് ഈ ഒരു 8051ന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? CPU ആണ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു എനി പ്രോസസിംഗ് മെഷീന്റെ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് ആയിട്ടാണ് ഈ ഒരു CPU ആക്ട് ചെയ്യുന്നത്. അത് സിങ്ക്രണൈസ് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും തന്നെ ആ ഒരു മൈക്രോ കൺട്രോളർ ക്യാരി ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും നമ്മൾ എന്ത് ചെയ്തിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ട് മാനേജ് ചെയ്യുന്നത് ആരാണ്? CPU ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇന്ററപ്റ്റ് ആണ്. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു സബ് റൊട്ടീൻ ആണ്. അത് കറന്റ്ലി നിൽക്കുന്ന പ്രോഗ്രാംസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് പറയാം. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ വരുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇന്ററപ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കറന്റ്ലി നടക്കുന്ന പ്രോഗ്രാം പ്രയോറിറ്റിക്ക് അനുസരിച്ച് കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ സബ് റൊട്ടീൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അഗൈൻ ഫസ്റ്റ് പ്രോഗ്രാം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു മൈക്രോ കൺട്രോളറിന്റെ ഓപ്പറേഷന് നമുക്ക് ഒരു പ്രോഗ്രാം ആവശ്യമുണ്ട് അല്ലെ. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെതായ സ്പെസിഫിക് ടാസ്കുകളായിരിക്കും നമുക്ക് ചെയ്യുന്നത് അല്ലെ. മൈക്രോ കൺട്രോളറിനെ ഗൈഡ് ചെയ്യും. ഈ ഒരു ടാസ്ക് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് കൊടുക്കുന്നത് ഈ ഒരു പ്രോഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം? മൈക്രോ കൺട്രോളറിന്റെ ഒരു ചിപ്പിലേക്ക് നമ്മളൊരു മെമ്മറിയിലേക്ക് ആ ഒരു പ്രോഗ്രാമിനെ സ്റ്റോറേജ് ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടി അപ്പൊ ആ സ്റ്റോറേജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? മൈക്രോ കൺട്രോളറിനെ ഗൈഡ് ചെയ്യുന്നത്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നതിനായിട്ട് ആ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്നാണ് നമുക്ക് ഗൈഡൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോ കൺട്രോളറിന് നമുക്ക് 4 KB റാം വരുന്നുണ്ട്, 4 KB റോം വരുന്നുണ്ട്, അതുപോലെ തന്നെ 128 ബൈറ്റ്സ് ഓഫ് റാം മെമ്മറി, ഡേറ്റ മെമ്മറി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മെമ്മറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് വയേഴ്സ്, ഒരു കമ്മ്യൂണിക്കേഷൻ കനാൽ എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഒരു ഡേറ്റ ട്രാൻസ്ഫറിനുള്ള ഒരു ചാനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ബസ്സിനെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് ബസ് കോൺഫിഗറേഷൻസ് വരുന്നുണ്ട്. 8-bit ബസ് കോൺഫിഗറേഷൻ വരുന്നുണ്ട്, 16-bit വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് കേബിൾസ്, മോർ ദാൻ കേബിൾസ് യൂസ് ചെയ്തിട്ടുള്ളത് വരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്കൊരു ബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ബസ്സിനെ പറയാം. ഈ ബസ് എന്ന് പറയുന്നത് ഓൾ ദ ഡിവൈസസ് ആർ അല്ലെങ്കിൽ ഓൾ ദ കോമ്പണന്റുകളെല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ബസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ബസ്സിൽ വരുന്നതാണ് അഡ്രസ് ബസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ ബസ് വരുന്നുണ്ട്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ ഒരു 16 ബിറ്റ് അഡ്രസ് ബസ് ആണ് വരുന്നത്. അഡ്രസ് ബസ് 16 ബിറ്റ് ആണ്. ജനറലി എന്തിനാണ് ഡേറ്റ ട്രാൻസ്ഫർ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിൽ നിന്നും മെമ്മറിയിലേക്ക് ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു 16 ബിറ്റ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. ഡേറ്റ ബസ് എന്ന് പറയുന്നത് എന്താണ്? 8 ബിറ്റ് ഡേറ്റ ബസ് ആണ്. അത് നമുക്ക് ഒരു പെരിഫറിൽ നിന്നും വേറൊരു പെരിഫറിൽ, ഒരു പൊസിഷനിലുള്ള ഒരു പെരിഫറിൽ നിന്നും വേറൊരു പെരിഫറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫറിങ്ങിനുള്ള ഒരു ബസ് ആണ് ഡേറ്റ ബസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 8051 8 ബിറ്റ് ബസ് ആണ്. അടുത്ത നമ്മുടെ ഓസിലേറ്റേഴ്സ് ആണ് അല്ലെ. ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടൈമിംഗ് സിഗ്നൽസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 12 മെഗാഹെർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, 12 മെഗാഹെർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കൊരു ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ. അടുത്തത് പിൻ ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലെ, പിൻ ഡയഗ്രാം ആണ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ പറഞ്ഞു 8051 എന്ന് പറയുന്നത് ഒരു 40 പിൻ DIP പാക്കേജ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലും 20 പിൻസ് വരുന്നുണ്ട്, റൈറ്റ് സൈഡിലും 20 പിൻസ് വരുന്നുണ്ട്. അപ്പൊ നോക്കൂ, പോർട്ട് നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ പറഞ്ഞു 4 പോർട്ടുകളാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞു. പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 4 പോർട്ടുകളാണ് വരുന്നത്. ഓക്കെ, ഓരോ പോർട്ടും 8 ബിറ്റുകളാണ് നമുക്ക് വരുന്നത്. സോ ടോട്ടലി 32 പിൻസ് ആർ അലോക്കേറ്റഡ് ഫോർ ദി 4 പോർട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കും പോർട്ട് 0 ആണ്. ഫ്രം 0 to 7 അല്ലെ, 0 1 2 3 ഇത് പോർട്ട് 0 പോർട്ടാണ്. ദിസ് ഈസ് പോർട്ട് 1, ഇത് പോർട്ട് 2 ആൻഡ് പോർട്ട് 3 ആണ്. അപ്പൊ നമുക്ക് ഇനിഷ്യലി 1 തൊട്ട് 8th പിൻ വരെ വരുന്നത് പോർട്ട് 1 ആണ് വരുന്നത്. ഓക്കെ, ഈ 1.0 എന്ന് പറഞ്ഞാൽ പോർട്ടിലെ ഫസ്റ്റ് ബിറ്റ്, പോർട്ട് 1ലെ സെക്കൻഡ്, പോർട്ട് 1ലെ തേർഡ് അങ്ങനെയുള്ളതാണ് 1.2 1.3 എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് പോർട്ട് 1 ആണ്. അടുത്തത് റീസെറ്റ് പിൻ എന്ന് പറയുന്നത് 9th പിൻ ആണ്. ദെൻ അടുത്തത് നമുക്ക് പോർട്ട് 3 ആണ് വരുന്നത്. പോർട്ട് 3 എന്ന് പറയുന്നത് നോക്കൂ, ഫ്രം 10 തൊട്ട് 17 വരെ വരുന്നതാണ് പോർട്ട് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോർട്ട് 3 ഫസ്റ്റ് RSD റിസീവർ ട്രാൻസ്മിറ്റർ, INT 0 എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് 0 ഇന്ററപ്റ്റ് 1, ദെൻ ടൈമർ T0 T1, ദെൻ WR എന്ന് പറഞ്ഞാൽ റൈഡ്, RD എന്ന് പറഞ്ഞാൽ റീഡ് ആണ്. ഓക്കെ, അടുത്തത് എക്സ്റ്റാൽ 1 എക്സ്റ്റാൽ 2 എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇന്ററപ്റ്റുകളാണ്, എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നതാണ്. ദെൻ ഗ്രൗണ്ട് 20th പിൻ. അത് കഴിഞ്ഞ് ഫ്രം 21 തൊട്ട് 28 വരെയുള്ളത് പോർട്ട് 2 ആണ്. ഓക്കെ, ഈ A എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ, ഫ്രം അതായത് A8 to A9 അല്ലെ. നോക്കൂ, A10 A11 A12 A13 14 15 8 9 തൊട്ട് 15 വരെ വരുന്നത് ഇത് അഡ്രസ് ബസ് മാത്രമാണ്. ഓക്കെ, ഇത് അഡ്രസ് ബസ് മാത്രമാണ് വരുന്നത്. ഫ്രം 32 to 39 പോർട്ട് 0 എന്ന് പറയുന്നത് അഡ്രസ് ആൻഡ് ഡേറ്റ ബസ്. ഓക്കെ, അതാണ് AD എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് 0 തൊട്ട് 7 വരെ. അപ്പൊ ടോട്ടലി നമുക്ക് 32 പിൻസ് ആർ അവൈലബിൾസ് ആയിരുന്നു. അടുത്തത് PSEN എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് എനേബിൾ ആണ് വരുന്നത്. ഓക്കെ, അതാണ് PSEN. ALE എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പിന്നാണ് ALE, അഡ്രസ് ലാച്ച് എനേബിൾ ആണ് ALE എന്ന് പറയുന്നത്. EA എന്ന് പറയുന്നത് എന്താണ്? എനേബിൾ ആൻഡ് ഇന്ററപ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, EA എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് 40 പിന്നുകൾ വരുന്നത്. ഓക്കെ, 40 പിന്നാണ് 8051 വരുന്നത്. ഇനി നമുക്ക് 4 ഔട്ട്പുട്ട് പോർട്ടുകൾ അല്ലെങ്കിൽ ഇൻപുട്ട് പോർട്ടുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ. അപ്പോൾ ഒരു മൈക്രോ കൺട്രോളറിന് നമുക്ക് 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ ഉണ്ട്. ഓരോന്നും 8 ബിറ്റ് വെച്ചിട്ട് വരുന്നതാണ്. സോ നമുക്ക് അതിനെ കോൺഫിഗർ ചെയ്യുന്നത് ഇൻപുട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ടോ കോൺഫിഗർ ചെയ്യാനായിട്ട് പറ്റും. സോ ദർ ആർ 4 into 8 32 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആർ ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം പോർട്ട് 0 എന്ന് പറയുന്നതാണ്. പോർട്ട് 0 is characterized by 2 functions. 2 functions ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒരു എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുകയാണെങ്കിൽ then lower address byte is applied on it, else all bits of the configured as input or output. അപ്പൊ നമുക്ക് ഒരു അഡ്രസ് ബസ് നമ്മൾ പറഞ്ഞു 16 ആണ് വരുന്നത് അല്ലെ. അപ്പൊ അത് 8 അഡ്രസ് ബൈറ്റ്, അപ്പൊ 8 ബിറ്റ് ആണ് വരുന്നത്. അതിൽ ലോവർ അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ മെമ്മറിക്കായിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ അപ്പൊ അതിന് നമുക്ക് എന്തായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗർ ഔട്ട്പുട്ട് ആയിട്ടാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതെങ്കിൽ ബിൽറ്റ് ഇൻ പുൾ അപ്പ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് 5 വോൾട്ട് സപ്ലൈ ആണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പൊ പോർട്ട് 0 എന്ന് പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. പോർട്ട് 1 എന്ന് പറയുന്നത് ഒരു ട്രൂ IO പോർട്ട് ആണ്. ഡസന്റ് ഹാവ് എനി ആൾട്ടർനേറ്റീവ് ഫംഗ്ഷൻസ് P0. അപ്പൊ P0ക്കുള്ള ഈ 2 ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. ആ 2 ഫംഗ്ഷൻസ് ഒന്നും നമുക്ക് പോർട്ട് 1ലേക്ക് വരുന്നില്ല. പ്യുവർ ആയിട്ട് നമുക്ക് എന്തിനാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിന് ജനറലി ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ
കോൺഫിഗർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ നമുക്ക് പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി കോമ്പാറ്റബിൾ വിത്ത് TTL സർക്യൂട്ട്സ് ആണ് പോർട്ട് 1 എന്ന് പറയുന്നത്. ഓക്കെ, പോർട്ട് 0ക്ക് അഡീഷണൽ എക്സ്റ്റേണൽ 2 വർക്ക്സുകൾ വരുന്നുണ്ട്. എന്നാൽ പോർട്ട് 1 കംപ്ലീറ്റ്ലി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ടുകളാണ്. അടുത്തത് പോർട്ട് 2 എന്ന് പറയുന്നത് പോർട്ട് 0നെ പോലെ തന്നെയാണ് വരുന്നത്. ഒരു എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പോർട്ട് 2 യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പോർട്ടിലത്തെ പിന്നുകൾ എന്ന് പറയുന്നത് അഡ്രസ് ഇന്റൻഡഡ് ഫോർ ദി എക്സ്റ്റേണൽ മെമ്മറി ചിപ്പിന് വേണ്ടിയിട്ടാണ്. എക്സ്റ്റേണൽ മെമ്മറി ചിപ്പിന് വേണ്ടിയിട്ടാണ് ഈ അഡ്രസ്സസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ഹയർ അഡ്രസ് ഡാറ്റ ബൈറ്റ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് A8 മുതൽ A15 വരെയുള്ള ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നോ മെമ്മറി ആഡഡ്, നമുക്ക് അതിന്റെ പോർട്ട് നമുക്ക് ഒരു ജനറൽ ഇൻപുട്ട്, അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ മെമ്മറി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോർട്ട് 0യുടെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഇതിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് പോർട്ട് 3 എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ലോജിക് 1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സിമിലർ ടു അതർ പോർട്ട്സ്, എല്ലാ അതർ പോർട്ട്സുകളെ പോലെ തന്നെയാണ് നമ്മൾ ലോജിക് 1 മസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കണം. ആ ഒരു പോർട്ട് 3 രജിസ്റ്ററിലേക്ക് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ലോജിക് 1 അപ്ലൈ ചെയ്താൽ മാത്രമാണ് പോർട്ട് 3 നമുക്ക് മറ്റ് പോർട്ടുകളെ പോലെ തന്നെ ഫംഗ്ഷൻ ആവുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് 4 പോർട്ടുകൾ യൂസ് ചെയ്തിരിക്കുന്നത് 8051. അടുത്താണ് നമുക്ക് ഇന്ററപ്റ്റുകളെ കുറിച്ച് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താണ്, ഒരു മെയിൻ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിലും ഹൈ പ്രയോറിറ്റി ബേസിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രയോറിറ്റി കൂടുതലായിട്ടുള്ള ഒരു സബ് പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ആ മെയിൻ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് സബ് പ്രോഗ്രാമിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കും. സോ സബ് പ്രോഗ്രാം ആ മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യും, റൺ ചെയ്യും. അതിനുശേഷം സബ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം അഗെയിൻ ആ മെയിൻ പ്രോഗ്രാമിലേക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്ററപ്റ്റ് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പ്രയോറിറ്റിക്ക് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ നമുക്ക് മെയിൻ പ്രോഗ്രാമിനാണ് കൂടുതൽ പ്രയോറിറ്റി എങ്കിൽ ഇന്ററപ്റ്റ് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ കൊടുക്കും. ഓക്കെ, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതിനുശേഷം എപ്പോഴാണോ നമുക്ക് ആ ഒരു അവൈലബിലിറ്റി വരുന്നത് ആ സമയത്ത് നമുക്ക് ഈ ഇന്ററപ്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 8051 നമുക്ക് മെയിൻ ആയിട്ട് 5 ഇന്ററപ്റ്റ് സിഗ്നൽസ് ആണ് വരുന്നത്. എന്തൊക്കെയാണ്, INT0, TF0, INT1, TF1 ആൻഡ് RI or TI വരുന്നത്. ഓക്കെ, ഇത്രയും 5 ഇന്ററപ്റ്റ് സിഗ്നലുകളാണ് വരുന്നത്. അതിൽ നമുക്ക് ഇനി വരുന്നത് ഒരു ഇന്ററപ്റ്റ് എനേബിൾ രജിസ്റ്റർ വരുന്നുണ്ട്. അതായത് ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യണോ അതോ ഡിസേബിൾ ചെയ്യണോ എന്നുള്ളതാണ്. അപ്പൊ ഈ രജിസ്റ്ററിൽ 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ഇന്ററപ്റ്റ് എനേബിൾ ആണ് വരുന്നത്. 0 ആണെങ്കിൽ ഇന്ററപ്റ്റ് ഡിസേബിളിംഗ് ഇന്ററപ്റ്റുകളാണ്. അതായത് 1 കൊടുത്താൽ നമുക്ക് ആ ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യാം, നമുക്ക് റൺ ചെയ്യിക്കാം. 0 കൊടുത്താൽ ജസ്റ്റ് ഡിസേബിൾ ചെയ്യാണ്, നോട്ട് ഏബിൾ ടു ഡൺ നമുക്ക് ഇതിനെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഈ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. ഓക്കെ, EA, ES, ET1, EX1, ET0, EX0 ഇത് രണ്ടും നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. ഇന്ററപ്റ്റ് എനേബിൾ, ഇതാണ് നമുക്ക് വരുന്ന 8 ബിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ നമുക്ക് 8 ബിറ്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് വരുന്നതാണ്. അപ്പൊ ഒരു ലോ പ്രയോറിറ്റി ഇന്ററപ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഹൈ പ്രയോറിറ്റി ഇന്ററപ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പൊ ഹയർ പ്രയോറിറ്റി ഇന്ററപ്റ്റ് ആണെങ്കിൽ മെയിൻ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹയർ പ്രയോറിറ്റി ഇന്ററപ്റ്റ് നമ്മൾ റൺ ചെയ്യും. അതേസമയം നമുക്കൊരു ലോവർ പ്രയോറിറ്റി ആണ് വരുന്നതെങ്കിൽ അതിൽ നമുക്ക് മെയിൻ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് ഒരു 3 or 4 ഇന്ററപ്റ്റ്സ് അറ്റ് എ ടൈം വരികയാണെങ്കിൽ ആ 4 ഇന്ററപ്റ്റിന് നമുക്ക് പ്രയോറിറ്റി അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ 4 ഇന്ററപ്റ്റിൽ ഏത് ഇന്ററപ്റ്റിനാണോ ഹയർ പ്രയോറിറ്റി അതായിരിക്കും ആദ്യം റൺ ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് പ്രയോറിറ്റി. അപ്പൊ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇതിനെ റൺ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് IMIP അല്ലെങ്കിൽ ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. അതും ഒരു 8 ബിറ്റ് ആണ്. PX0, PT0, PX1, PT1, PS, PT2 ഈ 7th, 8th, 6th ബിറ്റ് നമ്മൾ റിസർവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇന്ററപ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്, IP രജിസ്റ്റർ. അടുത്ത നമുക്ക് നോക്കാനുള്ളത് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 8051 നമുക്ക് there are 6 അഡ്രസ്സിംഗ് മോഡ്സ് ആണ് വരുന്നത്. എന്തൊക്കെയാണ്, ഇമ്മീഡിയറ്റ്, രജിസ്റ്റർ, ഡയറക്റ്റ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡെക്സ്ഡ് ആൻഡ് ഇംപ്ലൈഡ്. ഓരോന്നും ജസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ ഡേറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡാണ് ഇമ്മീഡിയറ്റ്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ, മൂവ് A,0#0AFH അതല്ലെങ്കിൽ മൂവ് R3, #45H. അപ്പൊ നമുക്ക് ഡേറ്റ തന്നെ തന്നിട്ടുണ്ട് അല്ലെ. ഈ 45 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റയാണ് എന്റെ R3 രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എനിക്കിവിടെ ഡേറ്റ് തന്നെ ആ ഒരു ഇന്ററപ്റ്റിലൂടെ തരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അടുത്തത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് സോഴ്സോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ R0 to R7 അല്ലെങ്കിൽ R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റർ ആയിരിക്കണം, എയ്തർ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ. അതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ,
മൂവ് എ R5. അപ്പോൾ ഇവിടെ എൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് R5 രജിസ്റ്റർ ആണ്. അക്യുമുലേറ്ററിലേക്കാണ് എൻ്റെ ഡേറ്റ മൂവ് ചെയ്യുന്നത്, R5 രജിസ്റ്ററിലുള്ളത്. ഇവിടെ നോക്കാം മൂവ് R2, #45H ആണ്. അപ്പോൾ ഈ 45 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാല്യൂ ഞാൻ എവിടേക്കാണ്, എൻ്റെ R2 രജിസ്റ്ററിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫ്രം R0 to R7 രജിസ്റ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അടുത്തത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു രജിസ്റ്ററിൽ തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ടാകും. ഓക്കെ, ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ സോഴ്സിന്റെ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷന്റെ അഡ്രസ്സ് തന്നിട്ടുണ്ടാകും. അതാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കും മൂവ് 80H, R6. അപ്പൊ R6 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ 80Hലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 45H എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 45H ലുള്ള വാല്യൂ നമ്മൾ R2ലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അടുത്തത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, ഇവിടെ ഇൻഡയറക്റ്റ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അറ്റ് സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അറ്റ് റേറ്റ് എന്നുള്ള സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത് രജിസ്റ്ററിൽ തന്നെ തന്നിട്ടുണ്ടാവും. അതായത് ആ ഒരു രജിസ്റ്ററിലായിരിക്കും നമുക്ക് സോഴ്സിന്റെ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് തന്നിട്ടുണ്ടാകുക. അതിനുശേഷം ആ ഒരു രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അഡ്രസ് തന്നത് അല്ലെ. ഡയറക്റ്റ് തരാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് അഡ്രസ് തന്നിരിക്കുന്നത്. നോക്കൂ, മൂവ് 0E5H, @R0. അപ്പൊ R0യിലുള്ള ആ ഒരു ഡേറ്റയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് R0, R1 രണ്ട് രജിസ്റ്റേഴ്സ് ആണ് 8 ബിറ്റിലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. DPTR നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 16 ബിറ്റ്. അപ്പൊ ഈ രണ്ട് രജിസ്റ്റേഴ്സ് അല്ലാതെ വേറെ രജിസ്റ്റേഴ്സ് ഒന്നും തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പൊ ഇവിടെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിൽ നമുക്ക് എന്താണ്, സോഴ്സ് മെമ്മറി നമുക്ക് പ്രോഗ്രാം മെമ്മറി യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് മാത്രമാണ് സോഴ്സ് മെമ്മറിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഡെസ്റ്റിനേഷൻ ഓപ്പറേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് എന്തായിരിക്കും, ഓൾവേസ് രജിസ്റ്റർ A ആയിരിക്കും. നോക്കൂ, മൂവ് C, A @A+PC എന്നാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ് എനിക്ക് എപ്പോഴും A തന്നെ ആയിരിക്കണം. ദെൻ പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് ഡേറ്റയെ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലൊരു സിംഗിൾ ഓപ്പറേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സ്പെസിഫിക് രജിസ്റ്റേഴ്സിന് മാത്രമായിട്ട് അപ്പൊ നമുക്ക് എന്താണ് ജസ്റ്റ് RLA, റൊട്ടേറ്റ് ലെഫ്റ്റ് A, അല്ലെങ്കിൽ സ്വാപ്പ് A, അക്യുമുലേറ്ററിനെ സ്വാപ്പ് ചെയ്യുക, അങ്ങനെയുള്ളതായിരിക്കും നമുക്ക് വരുന്ന ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 8051 നമുക്ക് 6 അഡ്രസ്സിംഗ് മോഡ്സ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അടുത്താണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 8051 there are 5 types of ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ ഡേറ്റ ട്രാൻസ്ഫർ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ദെൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന്, ലോജിക്കൽ ഓപ്പറേഷൻസ്, ബൂളിയൻ ഫംഗ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ബ്രാഞ്ചിങ്. അപ്പൊ ഈ 5 ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഫസ്റ്റ് മൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവ് ചെയ്യാനാണ് അല്ലെ, ഫ്രം ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. മൂവ് C, മൂവ് X, പുഷ് പോപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടും നമുക്ക് വരുന്നത് സ്റ്റാക്കിലേക്കാണ്. ഓക്കെ, പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സ്റ്റാക്കിലേക്ക് ഡേറ്റ കൊടുക്കുന്നതിന് പുഷും സ്റ്റാക്കിൽ നിന്ന് എടുക്കുന്നതിന് പോപ്പ് എന്നാണ് പറയുന്നത്. സ്റ്റാക്കിലേക്ക്, സ്റ്റാക്ക് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാക്കിലേക്ക് നമ്മളൊരു ഡേറ്റ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതിനെ പുഷ് ചെയ്യുക എന്ന് പറയും. പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് എടുക്കുന്നതിനാണ്. ഓക്കെ, അതാണ് പുഷും പോപ്പും. XCH ഉം XHD എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച് ഇതാണ് വരുന്നത് XCH എന്ന് പറയുന്നത്. ഇതാണ് ഡേറ്റ ട്രാൻസ്ഫർ വരുന്നത്. അടുത്തത് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ADD ആഡ് ചെയ്യാനായിട്ട് രണ്ട് വാല്യൂസ് ആഡ് ചെയ്യാൻ. ആഡ് C എന്ന് പറഞ്ഞാൽ വിത്ത് ക്യാരി, സബ് B എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് വിത്ത് ബോറോ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ദെൻ നമുക്ക് ഡിവിഷൻ നമുക്ക് ആകുന്ന ഡയറക്റ്റ് അഡ്രസ് വെച്ചിട്ടുള്ള ഒരു ഡിവിഷൻ ആണ്. ഇത്രയാണ് നമുക്ക് അരിത്തമെറ്റിക് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അടുത്തത് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്താ വരുന്നത്, ആൻഡ്, ഓർ, XOR, ദെൻ ക്ലിയർ. CLR എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. കോപ്പി ആണ്. RL റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി, റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി ആൻഡ് സ്വാപ്പ്. സോ ദീസ് ആർ ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ ലോജിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, അടുത്തത് ബൂളിയനിൽ വരുന്നത് ക്ലിയർ, സെറ്റ് B, മൂവ് JC എന്ന് പറഞ്ഞാൽ ജമ്പ് വിത്ത് ക്യാരി, ജമ്പ് നോട്ട് വിത്ത് ക്യാരി, JB, ദെൻ JNB, ജമ്പ് വിത്ത് ബോർ അതാണ് വരുന്നത്. ദെൻ ANL ഓപ്പറേഷൻ വരുന്നുണ്ട്, ORL ഓപ്പറേഷൻ വരുന്നുണ്ട്, CPL ഓപ്പറേഷൻ നമുക്ക് ബൂളിയനിൽ വരുന്നുണ്ട്. അടുത്തത് പ്രോഗ്രാം ബ്രാഞ്ചിങ്ങിൽ വരുന്നതാണ് ജമ്പ് ഇൻസ്ട്രക്ഷൻ. അതായത് ഞാനൊരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നും ഒരു ഇത്രയോ ലൈൻസ് താഴെ വന്ന് ജമ്പ് ചെയ്ത് ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു കേസസിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനൊരു 10th ലൈനിലുള്ള ഒരു ലൈനാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും എനിക്ക് ഒരു 20th ലൈനിലേക്ക് ജമ്പ് ചെയ്യണം. ഓക്കെ, 20th ലൈൻ ടു 25 വരെയുള്ള ആ ഒരു 5 ലൈൻ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം
അഗൈൻ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ 10th ലൈനിലേക്ക് എത്തണം. ഓക്കെ, ആ ഒരു കേസസിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൽ ജമ്പ്, എ ജമ്പ്, എസ് ജമ്പ്, ഓക്കെ, ഷോർട്ട് ജമ്പ്, ലോങ് ജമ്പ് ഒക്കെയാണ് വരുന്നത്. JZ എന്ന് പറഞ്ഞാൽ ജമ്പ് വിത്ത് 0, ജമ്പ് നോട്ട് 0, CJNE, DJNE, then നോപ്പ്, എൽ കോള്, എ കോള്, റിട്ടേൺ, RTI, JM, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓരോ ഇൻസ്ട്രക്ഷന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട് 8051ന്റെയും. ഓരോ ഇൻസ്ട്രക്ഷൻ വിത്ത് an എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒരുപാട് ലെങ്തി ആകും. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഓപ്പറേഷൻസ് വെച്ച് ഓരോ എക്സാമ്പിൾസ് വെച്ച് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ 8051ന്റെ നമ്മൾ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ടോട്ടൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ഫസ്റ്റ് 8061 എന്താണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 8051ലേക്ക് വന്നു. 8051ന്റെ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആർക്കിടെക്ചർ നമ്മൾ നോക്കി, പിൻ ഡിസ്ക്രിപ്ഷൻ നോക്കി, ദെൻ അതിന്റെ ഇന്ററപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ നോക്കിയിട്ടുണ്ട്, ദെൻ അഡ്രസ്സിംഗ് മോഡ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ മൈക്രോ കൺട്രോളറിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ മൈക്രോ കൺട്രോളർ അല്ലെ 8051 എന്നുള്ള ഒരു മൈക്രോ കൺട്രോളറിന്റെ അഡ്രസ്സിംഗ് മോഡ്സുകൾ എന്താണ്? ആദ്യം തന്നെ ആർക്കിടെക്ചർ, പിൻ ഡയഗ്രാം, പിന്നെ അഡ്രസ്സിംഗ് മോഡ്സുകൾ, വേരിയസ് ഇന്ററപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ദെൻ ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഒരു പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്നൊക്കെ നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കുക, വായിച്ചു നോക്കുക, എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, thank you.